Watch full episodes on Jio Hotstar. കണ്ടോ ഈ കാറിനെ ശ്രദ്ധിച്ചോ? ഇത് മുഴുവനും സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഡയമണ്ട്സും പതിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ വില 10 കോടി രൂപയാണ്. അറിയാമോ ഇതെന്താണെന്ന്? This is gold made of car, sir. 10 കോടി studied. എന്റെ അമ്മോ, ഗോൾഡ് മെയ്ഡ് ഓഫ് കാർ അല്ല, ഗോൾഡ് മെയ്ഡ് ഓഫ് കാർ അല്ലെന്നേ. ദ കാർ ഇസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. നീ ഇംഗ്ലീഷ് പറയുന്നത് നിർത്തിക്കോ. ഇത് ഇന്റർനാഷണൽ കാർ റേസിംഗ് കോമ്പറ്റീഷന്റെ ട്രോഫിയാണ്. ഫുർഫുറ നഗരത്തിൽ ഇന്റർനാഷണൽ കാർ റേസിംഗ് കോമ്പറ്റീഷന് വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. റേസ് ഇവിടുന്നാണ് തുടങ്ങാൻ പോകുന്നത്. ആരാദ്യം വരുന്നു അവർക്ക് ഈ ഗോൾഡൻ കാർ സമ്മാനമായി കിട്ടും. പക്ഷെ ഈ കാറെങ്ങാനും മോഷണം പോയാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ്. എല്ലാവരുടെയും തൊപ്പി തെറിക്കും. അതുകൊണ്ട് ഇതിന്റെ 4 ഭാഗത്തും ഞാൻ ലേസർ ബീം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ഇനി ഈ ലോകത്തിലെ ഏത് കള്ളനും ഈ കാറിനെ മോഷ്ടിക്കാൻ പറ്റില്ല. നിങ്ങൾ ഹോപ്പോയാണ് സാർ. ഇന്ത്യ രാജ്യത്തിന്റെ ഹോപ്പോ. ഹോപ്പോ. എന്റെ അമ്മോ, എവിടുന്നാണ് ഈ കാറ് വരുന്നത്? ഏതെങ്കിലും കുട്ടികൾ റിമോട്ട് വെച്ച് കളിക്കാവും. കുട്ടികൾ അന്വേഷിക്കൂ. ചെല്ലൂ, ഇത് ഏത് കുട്ടികളുടെ ടോയ്സ് ആണെന്ന് അന്വേഷിക്കൂ. വേഗം 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 വേഗം. എന്റെ അമ്മോ, വേണ്ട വേണ്ട, അരുത്. താഴെ ഇറങ്ങ. വേണ്ട വേണ്ട, അതിനെ താഴേക്ക് ഇറക്ക്. വേഗം. എന്റെ അമ്മോ, എന്നെന്തിന ഏണിയാക്കിയിരിക്കുന്ന? ഇറങ്ങ്, വേഗം താഴെ ഇറങ്ങാൻ. എനിക്ക് വേദനിക്കുന്നു. ഇറങ്ങ്.
ക്രൂ നിങ്ങൾ എവിടെയാണ്? ഗോൾഡൻ കാർ മോഷണം പോയി. ചിങ്കം സാറേ, ഞങ്ങൾ എത്തിപ്പോയി. മോട്ടോ സൂക്ഷിച്ചപ്പോ. ആരുടേത്? ഏയ്, എന്റെ ആട്ടുകുട്ടികള് എവിടെ പോവാണ്? അവിടെ നിക്ക്. എന്റെ ആടുകളെ ഇങ്ങ് തന്നിട്ട് പോ. ഒന്ന് മാറിപ്പോ ചേട്ടാ, വണ്ടി എടുത്ത് മാറ്റൂ. എന്റെ മാസ്ക് ഇട്ട ചേട്ടാ, കാർ ഒന്ന് സൈഡിലാക്കൂ. ഏയ്, എന്റെ ആടുകള്. ഏയ്, വാടാ വാടാ മക്കളെ, വാ 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 വാ. വാ വാ വാ. ചിങ്കം സാറേ, ഞങ്ങളിതാ എത്തിപ്പോയി. ഒരു മാസ്ക് ഇട്ടവൻ ഞങ്ങളുടെ കാറിനിട്ട് ഇടിച്ചു കളഞ്ഞേ. അതുകൊണ്ടാ ലേറ്റ് ആയത്. എന്റെ അമ്മോ, ആ മാസ്ക് ഇട്ടവൻ തന്നെയാണ് കള്ളൻ. അവനെ പിടിക്ക്. എന്റെ പത്തിലോ ആ മാസ്ക് ഇട്ടവൻ കള്ളനാണത്രേ. വരൂ. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? കാറ് നേരെ ഓടിക്കേ. പത്തിലോ, കാറിന്റെ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കൂ.
എന്റെ മോട്ടു നീ എന്തായി ചെയ്യുന്നേ? താഴത്ത് കടലാണ്. അവന് പോവാൻ പറ്റുമെങ്കിൽ നമുക്കും പോവാൻ പറ്റും. നമ്മൾ ആർക്കും പിന്നിലല്ല പത്ലു. രക്ഷിക്കൂ, പാരച്യൂട്ട് തുറക്കൂ, പാരച്യൂട്ട് തുറക്കൂ. എന്റെ മോട്ടു നമ്മുടെ കയ്യിൽ എവിടുന്ന പാരഷൂട്ട്? ഐഡിയ. ചിങ്കം സാർ, കള്ളൻ രക്ഷപ്പെട്ട് കളഞ്ഞു. പക്ഷേ അവന്റെ നമ്പർ പ്ലേറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് വെച്ച് നമുക്ക് അവനെ കണ്ടുപിടിക്കാം. എന്റെ അമ്മോ, വെറുമൊരു നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ എങ്ങനെ അന്വേഷിക്കാനാണ്? മിക്കവാറും ഇത്തവണ എന്റെ തൊപ്പി തെറിക്കും. ജോലി പോയതിനു ശേഷം ഞാൻ എന്താ ചെയ്യാ? എന്താണ് ഞാൻ ചെയ്യാ? പറയൂ. എന്റെ അമ്മ, നീ തന്നെ കഴിച്ചോ? എന്റെ അമ്മ, എനിക്ക് ഇഡ്ഡലി ദോശ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാനിനി എങ്ങനെ ജീവിക്കും മമ്മി? ചിങ്കം സാറേ, ആ കള്ളൻ വളരെ എക്സ്പേർട്ട് ഡ്രൈവറാണ്. ഇത്രയ്ക്കും എക്സ്പേർട്ടായ ഡ്രൈവർ കാർ റേസിൽ എന്തായാലും പങ്കെടുക്കാൻ വരാതിരിക്കില്ല. ഫുർഫുറി നഗറിൽ കുറച്ചുപേർ കാർ റേസിന് എന്തായാലും വരില്ലേ? ഇവൻ അവരിൽ ഒരാളായിരിക്കും. ഇനി ഒരിക്കലും അവൻ രക്ഷപ്പെടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ഞാൻ എല്ലാ കാർ ഡ്രൈവേഴ്സിനും റൂമിൽ പോയി ചെക്ക് ചെയ്യും. മാത്രമല്ല അവരുടെ കാർ നമ്പറും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളും എന്നോടൊപ്പം വരൂ. എന്റെ കഴിവെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ ചിങ്കം സാർ, ആ ട്രോഫി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കാർ റേസ് തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. എങ്ങനെയെങ്കിലും ആളുകൾ ഈ കാര്യത്തെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റേസിൽ പങ്കെടുക്കുകയില്ല. ആ ട്രോഫി എന്തായാലും തിരിച്ചു കിട്ടും. സാറ് വിഷമിക്കണ്ടെന്നേ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ഇന്ന് നിങ്ങളുടെ കോൺസ്റ്റബിൾസ് എല്ലാ കാറുകളും എല്ലാ കാർ ഡ്രൈവേഴ്സിന്റെ റൂമുകളും പരിശോധിച്ചു നോക്കി. ഒന്നും കണ്ടെത്താനായില്ല. ഇനിയിപ്പോ കാറിന്റെ നമ്പർ പോലും മാച്ച് ആവാതെ കള്ളനെ എങ്ങനെയാ കണ്ടുപിടിക്കുക? No. Yes! കിട്ടിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. കോൺസ്റ്റബിൾസ് ഈ വണ്ടിയുടെ ഉടമയെ പിടിച്ചിട്ട് വിലങ്ങണിച്ച് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. എന്റെ അമ്മേ, ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നേ? സാർ സാർ, we cannot arrest you, this കാറിന്റെ മുതലാളി എന്ന് വെച്ചാ we cannot arrest you, sir. EAROST, ടെസ്റ്റ് അറസ്റ്റ്. നിന്റെ ഇംഗ്ലീഷ് പറയുന്നത് നിർത്ത്. അവന്റെ കയ്യിൽ വിലങ്ങണിച്ച് ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ. ഇറ്റ്സ് ആൻ ഓർഡർ. അപ്പൊ ഞങ്ങൾക്ക് ഇനി വേറൊന്നും പറയാലോ? സോറി, ലാസ്റ്റ് ഓർഡർ ക്യാൻസൽ. എന്നെ വിട്. നമ്മൾ തെരഞ്ഞ സമയത്ത് ഒന്നും കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ കള്ളൻ എന്തായാലും ആ കാർ റേസർമാരിൽ ഒരാളായിരിക്കും. അവനെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ഞാനും മോട്ടുവും ഈ കാർ റേസിൽ പങ്കെടുക്കാം. ഈ റേസ് 2 ദിവസമില്ലേ? ഞങ്ങൾ 2 ദിവസം അവന്മാരുടെ കൂടെ നിന്നാ ആ കള്ളനെ എന്തായാലും കണ്ടുപിടിക്കും. മോട്ടുപൊത്തലു ആ കള്ളനെ എന്തായാലും പിടിച്ചിരിക്കണം. റേസ് കഴിഞ്ഞാ പിന്നെ അവൻ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് കടന്നു കളയും. അവിടെ എനിക്കൊരു പവറും ഉണ്ടാവില്ല. അപ്പൊ അവനെ പിടിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാവും. എന്തിനൊന്ന് ചെയ്യ്, അല്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കും. പിന്നെ ഞാൻ എന്താണ് ചെയ്യാ? മമ്മി, അമ്മച്ചി, പുട്ട്, കടല, പഴപ്പൊരി, എന്റെ ഗതികേട്. എന്റെ അമ്മോ, എനിക്ക് സൈക്കിൾ വീലിന് കാറ്റടിക്കാൻ പോലും അറിയില്ലല്ലോ.
നിങ്ങൾ വിഷമിക്കേണ്ട ചിങ്കം സാറ്, അതുപോലെയുള്ള അവസ്ഥയൊന്നും വരില്ലെന്നേ. തീർച്ചയായിട്ടും നമ്മൾ ആ കള്ളനെ പിടിച്ചിരിക്കും. വലിയേട്ടാ, ഞങ്ങൾക്ക് ആ റേസിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരു കാർ നിങ്ങൾ ഉണ്ടാക്കി തന്നേ പറ്റൂ. ഡോക്ടർ സാറേ പ്ലീസ്. ഓ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ എന്നെ സാറെന്ന് വിളിച്ചോല്ലേ? എന്റെ അടുത്ത് അങ്ങനെ ഒരു കാറുണ്ട് ചങ്ക, ഡോണ്ട് വറി. പൊളിച്ചെടുത്തല്ലോ. നമ്മളെങ്ങനെ കള്ളനെ പിടിക്കും? നമ്മുടെ കയ്യിൽ ക്ലൂ ഒന്നുമില്ലല്ലോ. എന്താ ചെയ്യാ? ആ കള്ളന് ഒരു പ്രത്യേക തരത്തിലുള്ള ചിരിയാണ്. 36 മണിക്കൂറിന്റെ റേസ് ആണ്. ആ 36 മണിക്കൂറിൽ അവൻ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ചിരിക്കുമല്ലോ. ആ സമയത്ത് ഞങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് പിടിക്കും. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത്രയും വലിയ റേസിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ലേ? അതെങ്ങനെ കിട്ടുമെന്നാ പറയുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട് ഒരു അടിപൊളി ട്രെയിനർ ഉണ്ടെന്ന്. അദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ മാക് മോഹൻ. അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് റേസറാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം അദ്ദേഹം റേസിൽ പിന്നെ പങ്കുകൊണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിനോട് ഫോണിൽ സംസാരിക്കാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിന് നല്ല ട്രെയിനിങ് തരാൻ സാധിക്കും. ഓ ചങ്ക, എങ്കിലും നമ്മൾ പൊളിച്ചെടുക്കും. വലിയേട്ടാ, തുള്ളിക്കളിക്കാനുള്ള സമയമല്ല ഇത്. ആ കള്ളനെ തുള്ളിക്കേണ്ട സമയമാണിത്. പ്ലീസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടാവാം. എന്റെ മോട്ടു അതൊരു ചൊല്ലാണ്. സോറി മോട്ടു പത്ലു, വെരി സോറി. ഞാൻ മിസ്റ്റർ മാക്മോഹനെ ഫോൺ ചെയ്തിരുന്നു, പക്ഷെ നമ്മുടെ ആവശ്യം അദ്ദേഹം നിരസിച്ചു. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചിങ്കം സാറേ, ഞങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്തോളാം. അപ്പോൾ നിങ്ങളാണോ മിസ്റ്റർ ചിങ്കം? യെസ്, ഐ ആം ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. നിങ്ങൾ ആരാണ്? ഐ എം മാക് മോഹൻ. ചിങ്കം സാറേ, ഫോണിൽ കൂടെ പറ്റില്ല എന്ന് പറഞ്ഞത് ശരിയല്ലെന്ന് പിന്നീട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ നേരിൽ വന്നത്. പറയൂ, ആരെയാണ് പഠിപ്പിക്കേണ്ടത്? മിസ്റ്റർ മാക് മോഹൻ, നൈസ് മീറ്റിംഗ് യു. ഇതാണ് മോട്ടു, ഇത് പത്ലു. ഇവരാണ് കാർ റേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. ഒരു ദിവസത്തെ ട്രെയിനിങ്ങിൽ തന്നെ കാർ റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. കാർ റേസിൽ പങ്കെടുക്കാനുള്ള മോഹം പെട്ടെന്ന് എങ്ങനെ വന്നു? സാറേ, നിങ്ങൾക്ക് വല്ലതും അറിയോ? ആ ഗോൾഡൻ കാർ മോഷണം പോയില്ലായിരുന്നെങ്കിൽ. ഗോൾഡൻ കാറിന്റെ മോഷണം? സാറേ, മോഷണമല്ല. ഇവൻ പറഞ്ഞത് ഗോൾഡൻ കാറിന്റെ സ്റ്റോറിയെ പറ്റിയാ, അല്ലാതെ വേറൊന്നും അല്ല. മോട്ടു കുറച്ചു മുമ്പെയാണ് ഈ കഥ അറിഞ്ഞത്. ഗോൾഡൻ കാറാണ് ഫസ്റ്റ് പ്രൈസ് എന്ന്. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അവന് ജയിക്കാനുള്ള ആഗ്രഹം വന്നത്. ഇത് സ്റ്റോറിയല്ല, സത്യമാണ്. ഗോൾഡൻ കാർ തന്നെയാണ് ഒന്നാം സമ്മാനം. അതിന്റെ വിലയാണ് 10 കോടി രൂപ. ശരി, നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചുവെങ്കിൽ ട്രെയിനിങ് നമുക്ക് തുടങ്ങാമല്ലേ? കൃത്യം 12 മണിക്ക് ഇവിടെ വെച്ച്. സ്റ്റിയറിംഗ് എപ്പോഴും 9 and 3 o'clock പൊസിഷനിലാണ് വെക്കേണ്ടത്. ഈ സ്റ്റിയറിംഗ് ഒരു ക്ലോക്ക് ആണെന്ന് സങ്കല്പിക്കും. ഇതിൽ 9 ഇവിടെയും 3 ഇവിടെയും. ഞങ്ങൾക്ക് ക്ലോക്കിന്റെ കാര്യത്തെ കുറിച്ച് നല്ലോണം അറിയാം. 12 ഇവിടെയാണ്, പിന്നെ ഇവിടെ 1, ഇവിടെ 2, 3 ഇവിടെ, പിന്നെ 4. വെറുതെ കളിക്കാനുള്ള സമയമല്ലിത്. പറയുന്നത് മാത്രം പ്രവർത്തിച്ചാൽ മതി, പ്രവർത്തിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. ഇനി ഗ്രൗണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരും. കണ്ണ് തുറന്നു പിടിച്ചിരിക്കണം. ഈ റേസിൽ നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് മറ്റുള്ളവർ ഏത് രീതിയും പ്രയോഗിച്ചു നോക്കും. ഈ റേസിൽ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. യാതൊരു തരത്തിലുള്ള നിയമവ്യവസ്ഥകളും ഇല്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. മനസ്സിലായോ? ഇനി പറയൂ, കയ്യിന്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും? എന്തായി കാണിക്കുന്നത്? ലൈക്ക് ദിസ്. വെരി ഗുഡ്. കൈ അങ്ങനെ തന്നെ വെക്കുക. നൗ സ്റ്റാർട്ട്. ഗ്രൗണ്ടിനെ 3 വലം വെച്ചിട്ട് വരൂ. ഫോട്ടോ എന്തായി കാണിക്കുന്നത്? തിരിച്ചു വരൂ. റൗണ്ട് അടിക്കാൻ പറഞ്ഞത് കാറിലാണ്, അല്ലാതെ നടന്നിട്ടല്ല. സോറി. സർ, കൈ 9ന്റെയും 3ന്റെയും ആംഗിളിൽ വെക്കണം. കണ്ണ് എപ്പോഴും തുറന്നിരിക്കണം. ഇനി കണ്ണടച്ചാലോ പണിയും കിട്ടും.
മോട്ടോ മുമ്പിലേക്ക് നോക്ക്, എന്തൊക്കെയാ ചെയ്യുന്നത്? പത്തിലു മുന്നോട്ട് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ കണ്ണിങ്ങനെ തുറന്നു പിടിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ലേ? കണ്ണിൽ വെള്ളം നിറഞ്ഞിരിക്കുക. വെറും പൊട്ടന്മാരെ പോലെ ഇരിക്കാതെ കണ്ണ് തുറന്നു പിടിക്കണമെന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കണമെന്നല്ല അർത്ഥം. കണ്ണിൽ വെള്ളം നിറഞ്ഞാൽ അപകടമുണ്ടാവില്ലേ? ഇനി കേൾക്കൂ, ഇത്തരം റേസിംഗിൽ ടേൺ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. എവിടെ ടേണിംഗ് വരുന്നുവോ അവിടെ ശക്തമായി ബ്രേക്ക് ചവിട്ടി പതുക്കെ റിലീസ് ചെയ്യണം. ഓക്കെ സർ, മനസ്സിലായി. മോട്ടോ ശക്തിയിൽ ബ്രേക്ക് ചവിട്ട്, എന്നിട്ട് പതുക്കെ റിലീസ് ചെയ്യേ. പൊളിച്ചെടുത്തല്ലോ. റേസ് തുടങ്ങുന്ന മുമ്പ് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്ന തോന്നണേ. എന്റെ പത്തിലു ബ്രേക്ക് എങ്ങനെ റിലീസ് ചെയ്യാ? ബ്രേക്ക് എന്റെ കയ്യിൽ ഇല്ലല്ലോ. നിങ്ങൾ ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കാത്തതെന്താ? എന്താ സീറ്റ് ബെൽറ്റ് ഇടാഞ്ഞേ? അതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണോ? ബേസിക് റൂൾ ആണത് ഡ്രൈവിംഗിന്റെ, സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളത്. ഈ റേസിൽ സീരിയസ് ആയില്ലെങ്കിൽ അപകടമുണ്ടാവുക തന്നെ ചെയ്യും. നോക്ക്, നിങ്ങളെപ്പോലെ എനിക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ റേസിംഗിൽ വിജയിക്കണമെന്നും ഗോൾഡൻ കാർ സ്വന്തമാക്കണമെന്നും. പക്ഷെ ഞാൻ സീരിയസ് ആയിരുന്നില്ല. അങ്ങനെ അപകടവും ഉണ്ടായി. എന്റെ സ്വപ്നം സ്വപ്നമായി തന്നെ ഇരുന്നു. പക്ഷെ അതിനുശേഷം ജനങ്ങളെ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി സഹായിക്കുകയാണ്. അവരിലൂടെ എന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറേ, നിങ്ങൾക്ക് ഈ കാർ ഓടിക്കാൻ പറ്റുമെങ്കിൽ ഈ റേസിൽ പങ്കെടുത്ത് നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് സ്വയം സബലീകരിച്ചൂടെ? ആ അതെ സാറേ, നിങ്ങൾ അതിന് കാലുകൊണ്ട് ഓടൊന്നും വേണ്ടല്ലോ. പരിശ്രമിക്കുന്നവരൊരിക്കലും തോൽക്കാറില്ലല്ലോ. ഈ റേസ് അത്രയ്ക്കൊന്നും എളുപ്പമല്ല. ശാരീരികമായി നല്ല ഫിറ്റ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. ബി പോസിറ്റീവ് സർ. ഞങ്ങൾ ഇന്നു മുതൽ ഈ ട്രെയിനിങ്ങിൽ വളരെ സീരിയസ് ആവാം. ഒരുപക്ഷെ നിങ്ങൾക്കും റേസിൽ പങ്കെടുക്കാൻ പറ്റിയാലോ? നിങ്ങൾ എന്റെ ഉറങ്ങിക്കിടന്ന സ്വപ്നത്തെ തട്ടിയുണർത്തുകയാണ്. അപകടത്തിന് ശേഷം ഇതുപോലെ വേറൊരാളും എന്നോട് വീണ്ടും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആരും എന്നെ ഇതുപോലെ പ്രോത്സാഹിപ്പിച്ചില്ല. നിങ്ങളാണോ ടീച്ചർ അതോ ഞാനോ? എനിക്ക് സംശയം തോന്നുന്നു. ഓക്കെ, കമോൺ, ലെറ്റ് us പ്രാക്ടീസ്. പക്ഷേ ഈ റേസിംഗിലുള്ള കാറിലല്ല, ഡോക്ടർ ജഡ്കയുടെ മറ്റേ കാറിൽ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഞാനും പങ്കെടുക്കും. വെരി ഗുഡ്. നിങ്ങൾ രണ്ടുപേരും നല്ലോണം പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്തോന്ന് നല്ലോണം പിക്കപ്പ് ചെയ്തെന്നാ?
പൊളിക്കടുത്തല്ല, വെള്ളത്തിൽ മുങ്ങി മുങ്ങി ഞങ്ങൾക്ക് ജലദോഷം പിടിച്ചിരിക്കുന്നു. ഈ റേസ് 36 മണിക്കൂറിന്റേതാണ്. കുർഫുറി നഗറിൽ നിന്നും തുടങ്ങി കാറുകളെല്ലാം മോഡേൺ സിറ്റിയിലൂടെ കടന്നു പോകുന്നതാണ്. അതിനുശേഷം മോഡേൺ സിറ്റി കഴിഞ്ഞതും ഒരു നൈറ്റ് ഹോൾഡ് ഉണ്ടായിരിക്കും. പിന്നെ രാവിലെ 10 മണിക്ക് റേസ് വീണ്ടും തുടങ്ങുന്നതാണ്. പിന്നെ ധൂംപൂരിലെ സ്റ്റേഡിയത്തിൽ ചെന്ന് അവസാനിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, റേസിന്റെ മുഴുവൻ റൂട്ട് ചാർട്ടും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. All the best, sir. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേടാ. എന്റെ അഭിപ്രായത്തിൽ ഈ കാർ റേസിലൊന്നും നിങ്ങൾ പങ്കെടുക്കരുത്. ജീവൻ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. താങ്ക്സ്, പക്ഷെ ഞങ്ങൾ ഈ റേസിൽ തീർച്ചയായും പങ്കെടുക്കും. ഞങ്ങൾ ഒരു അപകടത്തെയും പേടിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ 36 മണിക്കൂറുണ്ട്. പിന്നെ ആ കള്ളനെ പിടിക്കാൻ ഈ റേസിന്റെ സമയം തന്നെ 36 മണിക്കൂറാണ്. ശ്രദ്ധിച്ചിരുന്നോ? നമ്മുടെ ഈ നഗരത്തിന്റെ ബോർഡർ വിട്ടാ പിന്നെ എനിക്ക് ഈ കള്ളനെ പിടിക്കാൻ പറ്റില്ല. ഫുർഫുറെ നഗരമാണ് എന്റെ ഏരിയ. പിന്നെ ഈ സ്റ്റേഡിയം ഏകദേശം ബോർഡറിൽ തന്നെയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓർത്തിരുന്നു, നിങ്ങളുടെ കയ്യിൽ വെറും 36 മണിക്കൂറാണ് ഉള്ളത്. പറയൂ, എത്ര മണിക്കൂറാണ് ഉള്ളത്? 36 മണിക്കൂർ. ഡോക്ടർ ജഡ്ക, നമ്മൾ അവസാനത്തെ പോയിന്റിൽ പോയി ഇവർക്ക് വേണ്ടി കാത്തിരിക്കാം. വരൂ.
കാറ് വേഗം എടുക്ക്. വേഗം മുമ്പിലേക്ക് പോ. ട്രക്ക് പിന്നിലുണ്ട്. പത്തുലു മുന്നോട്ട് പോകാനുള്ള സമയമില്ല. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എന്റെ പത്തിലു അത് കണ്ടോ? ചെറിയ ചെറിയ കാറുകളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതെ ഡ്രൈവർ ചേട്ടാ, എന്തൊക്കെയുണ്ട്? അല്ല, ഇത് ടോയ് കാറല്ലേ? ഇത് റേസിന് പങ്കെടുക്കുന്നില്ലല്ലോ. ഇതുപോലൊരു കാറാണ് ബ്ലാസ്റ്റ് ആയത്. അങ്ങനെയാണ് കള്ളൻ ഗോൾഡൻ കാർ മോഷ്ടിച്ചോണ്ട് പോയത്. മോട്ടു സ്പീഡിൽ കാർ ഓടിക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കും. ടയർ ചേഞ്ച് ചെയ്യണം വേഗം. എന്റെ മോട്ടു ടയർ മാറ്റാൻ വേണ്ടി വണ്ടി നിർത്തിയാൽ നമ്മൾ ഒരുപാട് പുറകിലാകും. പത്തിലു നിർത്തുന്ന ആരാ പറഞ്ഞ്? വരൂ, ടയർ ചേഞ്ച് ചെയ്യാം. പത്തിലു, you are great. നീ അടിച്ചു പൊളിച്ചു പത്തിലു. മോട്ടു പത്ലു, എനിക്കറിയാം നിങ്ങൾ എന്നെ തേടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന്. നിങ്ങളുടെ പക്കൽ 35 മണിക്കൂറാണുള്ളത്. വെറും 35 മണിക്കൂർ. ഇത്തവണ നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നീട് ഇത് ആവർത്തിച്ചു എന്ന് വരില്ല. ധൈര്യമുണ്ട്, മുൻപിൽ വാടാ. എവിടെയുള്ള നീ? ഏത് കാറിലാ ഉള്ളത്? ഇതേതോ അൺനോൺ നമ്പർ എന്നുള്ള കോളാ. ഇപ്പൊ നമുക്ക് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. കള്ളൻ ഈ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ്. അപ്പൊ അവനെ 35 മണിക്കൂറിനകം പിടിച്ചേ പറ്റൂ. പത്തിലു, ഈ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കൂ. ഞാൻ ഈ മുട്ടയൊന്ന് വൃത്തിയാക്കട്ടെ. അയ്യോ, ഈ ബോണറ്റിന് വല്ലാത്ത ചൂടാണല്ലോ.
പത്തിലും ഒരു ബ്രേക്ക് എടുത്താലോ? കണ്ടില്ലേ ഞാൻ എത്ര നല്ല ഓംലേറ്റാ ഉണ്ടാക്കുന്നതെന്ന്. എന്റെ മോട്ടു, ഈ തീറ്റയൊന്ന് നിർത്ത്. വേഗം അകത്തേക്ക് വരൂ. കള്ളനെ പിടിക്കണമെങ്കിൽ അവന്റെ കൂടെ തന്നെ പോകണം. പത്തിലു ബ്രേക്ക് ചവിട്ട്. മേഡം ഒന്ന് വേഗം തരൂ മേഡം, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. താങ്ക് യു. താങ്ക് യു മേഡം. നിന്റെ വയറ് നിറഞ്ഞെങ്കിൽ വേഗം അകത്തേക്ക് വാ. ഇത്തവണ നിങ്ങൾ രക്ഷപ്പെട്ടു മോട്ടു പത്ലു. പിന്നെ ഇത് ആവർത്തിച്ചെന്ന് വരില്ല. ഇനി വെറും 30 മണിക്കൂർ മാത്രം. 30 മണിക്കൂർ. ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ വാ. വരും, തീർച്ചയായും വരും. പക്ഷേ റേസ് കഴിഞ്ഞതിന് ശേഷം മാത്രം. ഇനി 30 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. 30 മണിക്കൂർ. എല്ലാ കാറുകളും ഇതാ ഓരോന്നായി ഓവർടേക്ക് ചെയ്ത് മോഡേൺ സിറ്റിയിലേക്ക് ഇതാ കടന്നിരിക്കുകയാണ്. ഇനി കഴിയുന്നത്ര സ്പീഡിൽ മോഡേൺ സിറ്റിയെ ക്രോസ് ചെയ്യേണ്ടതാണ്. ഇതാ നോക്കൂ, ഫ്ലൈ ഓവറിലൂടെ ഓരോ കാറുകളും പാഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും അതിവേഗത്തിലാണ്. ആരും പരസ്പരം വിട്ടുകൊടുക്കാത്ത രീതിയിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ടർഫ്ലൈ കാർ ഇതാ വെട്ടിക്ക് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മോട്ടു പത്ലുവിന്റെ കാറിനെ ഓവർടേക്ക് ചെയ്ത് മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടു പത്ലുവിന്റെ കാറിന് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. അവർക്കും അതിനാൽ പോകാൻ സാധിക്കുന്നില്ല. മോട്ടു പത്ലു മുന്നോട്ട് വരാൻ വേണ്ടി കഴിയാവുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ നോക്ക് എന്ത് സ്പീഡിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ബട്ടർഫ്ലൈ കാർ മോട്ടു പത്ലുവിന്റെ കാറിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇത് അവരെ വേണ്ടി വളരെ ദൂരം പോയിരിക്കുകയാണ്. ബാക്കി കാർ ഒന്നിനു പുറകെ ഒന്നായി കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കണ്ടറിയാം ഏത് കാറായിരിക്കും മുന്നിലേക്ക് വരുന്നതെന്ന്, പിന്നെ ഏത് കാറാണ് പിന്നിലാവുന്നതെന്നും. എല്ലാവരും തമ്മിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജോക്കറിന്റെ കാർ എല്ലാരെക്കാളും മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോക്കർ വളരെ സമാധാനത്തോടെയാണ് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. റേസ് ഇതാ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതാ വരുന്നു മ്യൂസിക്കൽ കാർ. ഓരോ കാറിലെ ഓവർടേക്ക് മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതാ കാണാം, അവരിതാ മെയിന്റനൻസ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്റെ അമ്മോ മോട്ടു, നിങ്ങൾ വളരെ പുറകിലാണ്. ആരാ അത്? ആരായി പുകയിട്ടത്? ആരാന്ന്? അല്ല, ഇതൊരു പുതിയ ഫാഷൻ ആണല്ലോ. മൂക്കില് ഞണ്ട്, ചെവിയില് മീന്. പത്തിലോ ഇത് ഫാഷൻ അല്ല, മത്സ്യത്തിനൊക്കെ എടുക്കൂ. ഈ ഷോ കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ ഇരിക്ക്, ഞാൻ വണ്ടി എടുക്കട്ടെ. കാർ ഏറ്റവും പുറകിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നിലേക്ക് പോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവർ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. എല്ലാ
കാറുകളും വളരെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ഓട്ടോമൊത്തത്തിന്റെ കാറിൽ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഇതാ മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഇതാ മൂന്നാമത്തെ കാറിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് അവർ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡേറ്റിന്റെ അവസാനിക്കാനായിരിക്കുന്നു. ഇവിടെയായിരിക്കും ഇന്നത്തെ നൈറ്റ് ഹോൾ. ഓരോ കാലവും ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വണ്ടികളും ഇപ്പോൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സ്ഥലത്ത് വെച്ചായിരിക്കും നാളെ ഫൈനൽ റൗണ്ട് തുടങ്ങുന്നത്. ഇന്നിവിടെ നൈറ്റ് ഹോൾട്ട് ആണ്. ഇതാ സ്കോർ ബോർഡിലേക്ക് നിങ്ങൾ നോക്കൂ. ബ്ലാക്ക് കാറാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനുശേഷം ഗ്രീൻ കാർ, പിന്നെ ഹെവി മെറ്റൽ കാർ, പിന്നെ ബട്ടർഫ്ലൈ, പിന്നെ മോട്ടോർ പന്ത്രണ്ട് കാർ. ഇത് ആളുകളെ ആഹ്ലാദത്തോടെ കാറുകൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ഇവർക്ക് നൈറ്റ് ഹോൾട്ട് ആയിരിക്കും. ഇതുവരെയായിട്ട് ആ കള്ളനെ കുറിച്ച് ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. നമ്മുടെ കയ്യിൽ ഒരു നല്ല ക്ലൂ ഉണ്ട്. അവനൊരു പ്രത്യേക രീതിയിലാണ് ചിരിക്കുന്നത്. വരൂ, നമുക്കൊരു കോമഡി സ്റ്റന്റ് കാണിച്ചിട്ട് അവനെ ചിരിപ്പിക്കാം. അപ്പൊ അവൻ ചിരിക്കുമ്പോ നമുക്ക് പിടിക്കാലോ. ഓ മോട്ടു, എന്റെ ജങ്ക്, എന്റെ ബ്രോ, ആദ്യം നിങ്ങൾ ഇത് പറഞ്ഞതാ അവൻ എങ്ങനെയാ ചിരിക്കുന്നതെന്ന്. അതാവുമ്പോ ഞങ്ങൾക്ക് അവനെ തിരിച്ചറിയാവല്ലോ ജങ്ക്. ഇത് അവന്റെ ഫോണാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം അവന്റെ ചിരി എങ്ങനെയാണെന്ന്. ഇനി വെറും 24 മണിക്കൂർ ബാക്കി. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ പാടാ. വരൂ, നമുക്ക് കുറച്ച് സ്റ്റണ്ട് കാണിച്ചിട്ട് ആ കള്ളനെ ചിരിപ്പിക്കാം. ഡോക്ടർ ജഡ്കയും ഗസീറ്റാറാമും ചിങ്കം സാറും ആ ചിരി കേട്ട ആ കള്ളനെ കണ്ടുപിടിക്കണം. അടിപൊളി തകർത്താശാനെ. എന്റെ മക്കളെ എന്നെ വിളിച്ചോണ്ട് പോ. ഡോക്ടർ ജഡ്ക, എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? ചിങ്കം സാറ് കണ്ടുപിടിക്കാൻ പറ്റിയോ?
ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ജീവൻ വെറുതെ അപകടത്തിലാക്കുന്നത്? പറ. എത്ര തവണ നിങ്ങൾ രക്ഷപ്പെട്ടു? ഞാൻ റേസിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി സമയമുണ്ട്, വേഗം തിരിച്ചു പോക്കോ. ഞങ്ങൾ തിരിച്ചു പോവാനല്ല വന്നത്. താങ്ക് യു. എനിക്ക് ഈ നീളമുള്ളവന് ഒരുപാട് സംശയമുണ്ട് കേട്ടോ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തിരിച്ചു പോവാനല്ലേ പറയുന്നത്. ഈ കോറിഡോറിന്റെ ഏതോ ഒരു റൂമിൽ നിന്നാ ഈ ചിരി കേൾക്കുന്നത്. വാ നമുക്ക് നോക്കാം. ഹലോ. അത് ശരി, ഒളിഞ്ഞിരുന്ന് മറ്റുള്ളവരുടെ റൂമിലേക്ക് നോക്കുകയാണല്ലേ. പിശാശേ, കള്ള, കശ്മല, ടോമി, ഷൂ ഷൂ. സോറി സർ, വെരി സോറി. ഞങ്ങൾ നിങ്ങളെ കണ്ടില്ല. ഇവിടെന്താ വല്ല റേസും നടക്കുകയാണോ? ആദ്യം ഒരാൾ എന്നെ ഇടിച്ചിട്ട് പോയി, എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങളും ഇടിക്കാൻ തുടങ്ങുകയാണോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതാരാണവൻ? അവന് കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ മുഖമൊന്നും കണ്ടില്ല. അവൻ മുഖത്തൊരു മാസ്ക് ധരിച്ചിരുന്നു. ഒന്നും പറയാതെ അവൻ ഓടിക്കളഞ്ഞു. എന്താണ് ഇവിടെ നടക്കുന്നത്? ആരാണ് അയാൾ? നിങ്ങൾ എന്തിനാണ് അവനെ പിന്തുടരുന്നത്? ഇപ്പൊ സമയമായിട്ടില്ല, പിന്നീട് സംസാരിക്കാം. മോട്ടു വാ. ഇതവന്റെ ചിരിയുടെ എക്കോ കേൾക്കുന്നതാണ്. ശ്രദ്ധിച്ച് കേൾക്ക, ആ ചിരിയുടെ ശബ്ദം എവിടുന്നാ വരുന്നേന്ന്. അത് ഈ റൂമിൽ നിന്നാണ്. ഇനി അവൻ രക്ഷപ്പെടില്ല. മോട്ടു വാതിൽ പൊളിക്ക്, അല്ലെങ്കിൽ അവൻ ജനലിൽ കൂടെ രക്ഷപ്പെടും. ചിങ്കം സാറേ, കൈ വിടരുത്. താങ്ക് യു കൂട്ടുകാരെ, നിങ്ങൾ എന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്റെ അമ്മോ, താങ്ക് യു. ഞാൻ നിങ്ങളോട് എത്ര തവണയായി പറയുന്നു, ആ റൂം ആരുടെ പേരിലും ബുക്ക് ചെയ്തിട്ടില്ല. തീർച്ചയായും ആരെങ്കിലും ലോക്ക് തുറന്ന് അകത്ത് കയറിയതാവും. മോട്ടു പത്ലു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആരുടെ പുറകെയാണ് നിങ്ങൾ ഓടുന്നത്? ഒന്നുമില്ല സർ, വെറുതെ ഇങ്ങനെ. എന്നോട് നുണ പറയണ്ട. എന്തോ നിങ്ങൾ ഒളിക്കുന്നുണ്ട്. പത്ലു, നീ പറ. മാഡം മാഡം, ഇവിടെ എനിക്ക് എന്തൊരു ജോലി കിട്ടുമോ? ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്. എന്ത് ജോലി എനിക്ക് ചെയ്യാൻ സാധിക്കും? ചിങ്കം സാറേ, ഇങ്ങോട്ട് വാ. എനിക്ക് ട്രോഫി കിട്ടാനുള്ള യോഗമൊന്നുമില്ല. വിജയിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഈ അപകടം സംഭവിച്ചു. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഈ റേസിൽ പങ്കെടുക്കാൻ വന്നപ്പോ ഗോൾഡൻ കാറും മോഷണം പോയിരിക്കുന്നു. എന്തിനാ എന്റെ ദൈവമേ എന്റെ ജീവിതത്തിൽ ഇത്രയും പരീക്ഷണങ്ങൾ? നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട സാറേ. ഈ റേസ് കഴിയുന്നതിന് മുൻപേ ഞങ്ങൾ ആ കള്ളനെ പിടിച്ചോളാം. പരിശ്രമിക്കുന്നവരൊരിക്കലും തോൽക്കാറില്ല സാറേ. ബി പോസിറ്റീവ്.
ഇനി വെറും 10 മണിക്കൂറുകളേ ഉള്ളൂ. നമ്മൾ ഇനി എല്ലാ ദിശയിലും ആ കള്ളനെ അന്വേഷിക്കണം. കള്ളനാണ്. എന്നെ അന്വേഷിക്കുന്നത് നിർത്തിവെക്കൂ മോട്ടു പത്ലു. എടോ താൻ എവിടെയാ? താൻ എവിടെയാന്ന്? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വാടാ. വരൂ, എന്നെ തേടി കണ്ടുപിടിക്കേ. 10 മണിക്കൂർ മാത്രം ബാക്കി. കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ ഡോഗി കുരയ്ക്കുന്നുണ്ട്. ഡോഗി ആണെങ്കിൽ ആന്റിയുടെ കയ്യിലാണുള്ളത്. എന്ന് വെച്ചാൽ ആ ആന്റി തന്നെയാണ് കള്ളൻ. ചിങ്കം സാറ്, നിങ്ങൾ അവന് ഫോണിൽ ബിസിയാക്കി വെക്ക്. ഞങ്ങൾ ചെന്ന് അവനെ പിടിച്ചോളാം. എടാ കള്ള, ഐ എം ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ഹലോ ആന്റി, നിങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. മോഷ്ടിച്ചതിന്. വേഗം ആവട്ടെ. ആ ഗോൾഡൻ കാർ എവിടെയുള്ളെന്ന് പറയൂ, ഇല്ലെങ്കിൽ പോലീസ് വരുന്നതായിരിക്കും. എന്ത്? എന്നെ കള്ളിന്ന് വിളിക്കുന്നോ? ടോമി ഷൂ. അല്ല, ടോമി ഇല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലേ? മോട്ടു സൂക്ഷിച്ച്. എന്റെ ചേട്ടാ, ഒന്ന് സഹായിക്കൂ. ഈ ഡോഗിന്റെ അടുത്ത് ഞങ്ങളെ രക്ഷിക്കൂ. ഈ ആന്റി ഒരു കള്ളിയാണ്, മഹാകള്ളി. പക്ഷെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. എന്റെ പൊന്നാന്റി, സോറി. ടോമി, കം ബാക്ക്. താങ്ക് യു മാസ്ക് ഇട്ട ചേട്ടാ. നിങ്ങൾ മാത്രം ഇല്ലായിരുന്നെങ്കിൽ ടോമി ഞങ്ങളെ കടിച്ചു പറിച്ചേനെ. മാസ്ക് ഇട്ട ചേട്ടനോ? എന്റെ മോട്ടു, ഇത് തന്നെയാ കള്ളൻ. കണ്ടില്ലേ മുഖത്ത് മാസ്ക് വെച്ചിരിക്കുന്നത്? നിന്റെ ഈ മാസ്ക് നീയായിട്ട് ഊരുന്നു അതോ ഞാൻ ഊരണോ?
വെറും 10 മണിക്കൂർ മാത്രം. അവന്മാർ രണ്ടുപേരും അവിടെ ഇടിച്ചിടിച്ച് വഴക്കുണ്ടാക്കട്ടെ. നമുക്ക് ഈ അവസരം മുതലാക്കി മുമ്പിലെത്താം. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. എന്താ ചെയ്യാ?
ഐഡിയ. ദേ കണ്ടോ റെയിൽവേ ട്രാക്ക്. ബാക്കിയുള്ള കാറുകൾ 10 കിലോമീറ്റർ കറങ്ങിയാണ് ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നത്. ആ ക്രോസിംഗ് കഴിഞ്ഞാ പിന്നെ അടുത്തത് മെയിന്റനൻസ് പോയിന്റ് ആണ്. ഡോക്ടർ ജഡ്കയും ബാക്കിയുള്ളവരും അവിടെ കാണും. വാ മോട്ടു, നമുക്ക് കാറ് ട്രാക്കിന്റെ മുകളിൽ കൂടി ഓടിക്കാം. സമോസ കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ. ഓഹോ, ഇത് കൊള്ളാലോ. നമ്മളിപ്പോ എല്ലാവരെക്കാളും മുൻപിൽ റെയിൽവേ ക്രോസിംഗ് പോയിന്റിൽ എത്തുമല്ലോ. Done. Oh, best of luck, Jangule. മോട്ടു പത്ലു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? യെസ് സർ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കണ്ണു തുറന്ന് അപകടം ഒഴിവാക്കൂ. അതുകൊണ്ടോ ആ കാറിൽ നിന്നാണ് ആ കള്ളന്റെ ചിരി കേൾക്കുന്നത്. വരൂ പത്ലു, നമുക്ക് ആ കള്ളനെ പിടികിട്ടിയിരിക്കുന്നു.
പിടിക്കപ്പെട്ടു. എനിക്ക് ഈ ഗ്രീൻ കാർ ഓടിക്കുന്നവൻ ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു. അവൻ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, തിരിച്ചു പോകൂന്ന്, അപകടമാണെന്ന്. മോട്ടു, ഇനി ഇവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. എന്തുപറ്റി? എന്താ നിന്ന് കളഞ്ഞത്? ഇതാരെയും ഹെൽപ്പ് ചെയ്യാനുള്ള സമയമല്ല. സാറേ, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ കള്ളൻ പിടിക്കപ്പെടുമെന്ന്. പരിശ്രമം ഒരിക്കലും തോൽക്കാറില്ലെന്ന്. ദേ കണ്ടില്ലേ കള്ളൻ, ഇവന്റെ ഡിക്കിയിലുണ്ടായിരുന്നു അവന്റെ മാസ്ക്. ഞങ്ങൾ ഇയാളെ ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾ വിട്ടോ സാറേ, റേസ് ഫിനിഷ് ചെയ്യേ. ബാക്കിയുള്ള കാറുകൾ പിന്നാലെ വരുന്നുണ്ട്. ഇല്ല മോട്ടു, നിങ്ങൾ എന്റെ കൂടെ റേസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജയിച്ചാലും എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുക. സാറേ, ഞങ്ങൾ ഇവിടെ റേസ് ജയിക്കാൻ വേണ്ടി വന്നതല്ല. കള്ളനെ പിടിച്ചിട്ട് ഫുർഫുറി നഗറിന്റെ പേരും അഭിമാനവും തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങളുടെ ജോലി കഴിഞ്ഞു സാറേ. റേസ് ജയിക്കാന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമല്ലേ. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക പ്ലീസ് സാറേ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? എന്നെ വിട്, ഞാൻ തോറ്റുപോകും. കള്ളൻ ചേട്ടാ, ആദ്യം ഇത് പറ, ഗോൾഡൻ കാർ മോഷ്ടിച്ചോണ്ട് പോയിട്ട് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേന്ന്? എന്ത്? ഗോൾഡൻ കാർ മോഷണം പോയെന്നോ? എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കള്ളൻ ഞാനാണെന്ന്? എനിക്ക് ഗോൾഡൻ കാർ മോഷണം പോയ കാര്യം അറിയുപോലുമില്ല. അറിയാമോ? എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഞാൻ കള്ളനാണെന്നുള്ളതിന്? വരൂ, കാണിക്കാം തെളിവ്. തെളിവല്ലേ? ഇതാണ് തെളിവ്. ഈ മാസ്ക് ഇട്ടോണ്ടല്ലേ നീ ഞങ്ങളെയൊക്കെ പൊട്ടനാക്കിയത്? ഇത് എന്തൊക്കെയാ നിങ്ങൾ ഈ കാണിക്കുന്നത്? ആരാണ് ഇതൊക്കെ എന്റെ ഡിക്കിയിൽ കൊണ്ടിട്ടത്? എന്ത്? ഇതൊന്നും നിങ്ങളുടെ അല്ലാന്നോ? അല്ല, ഒരിക്കലും അല്ല. നിങ്ങൾ കാരണം എനിക്ക് ഈ റേസ് ഇനി ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ റേസിൽ പങ്കെടുക്കുന്നത്. ഒരു സമയമുണ്ടായിരുന്നു ആളുകൾ പറയുമായിരുന്നു മാക്മോഹൻ റേസിൽ ഉണ്ടെങ്കിൽ മറ്റാർക്കും ജയിക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ഒരുപാട് വർഷം ഞാൻ റേസിൽ പങ്കെടുക്കാതിരുന്നു. അതെ, ഒരു മിനിറ്റ്, എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറഞ്ഞു വരുന്നത് മാക്മോഹൻ നിങ്ങളാണെന്നാണോ? അതെ, ഞാനാണ്. പിന്നെ എനിക്കറിയാം നിങ്ങൾ മോട്ടു പത്ലു ആണെന്നുള്ളത്. ഏതോ ഒരു ഇൻസ്പെക്ടർ ചിങ്ങം നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ വേണ്ടി അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ അതിനെ നിരസിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് പലതവണയായി നിങ്ങളോട് ഞാൻ തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളാണ് മാക്മോഹൻ എങ്കിൽ മറ്റവൻ ആരാ? കുറച്ചു മുമ്പ് ഞങ്ങളോട് സംസാരിച്ചിട്ട് പോയവൻ. അവൻ എല്ലാ വർഷവും റേസിൽ പങ്കെടുക്കാൻ വരുന്നവനാണ്. പക്ഷെ ഇതുവരെ ജയിച്ചിട്ടേ ഇല്ല. അവന്റെ പേരാണ് ജയ് കിഷൻ, നിക് നെയിം ജാക്കി. എന്തുപറ്റി? ഇപ്പൊ മനസ്സിലായി, കള്ളൻ അവൻ തന്നെയാ. അവൻ നമ്മളെ ഇതുവരെ മണ്ടന്മാരാക്കുകയായിരുന്നു. അവൻ എങ്ങനെയോ മനസ്സിലാക്കിയിരുന്നു ചിങ്കൻ സാർ ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി മാക്മോഹനെ കോണ്ടാക്ട് ചെയ്തെന്ന്. പക്ഷെ മാക്മോഹൻ അത് നിരസിച്ചു. അതുകൊണ്ടാണ് അവൻ സ്വയം മാക്മോഹൻ ചമഞ്ഞു വന്നത്. അതാവുമ്പോ ചിങ്കൻ സാർക്ക് നമുക്കും സംശയം തോന്നില്ലല്ലോ. അവൻ ഞങ്ങളുടെ ഇമോഷൻ വെച്ചാണ് തട്ടിക്കളിച്ചത്. വരൂ പത്ലു, അവനെ പിടിച്ച് നമുക്ക് ജയിലിൽ അടയ്ക്കാം. നിങ്ങൾക്ക് അയാളെ ഒരിക്കലും പിടിക്കാനാവില്ല. അയാൾ വളരെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശരിക്കുള്ള മാക്മോഹൻ സാറേ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ മോട്ടു പത്ലുവിന്റെ ജോഡിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങൾ റേസിൽ മത്സരിച്ചോളൂ. നിങ്ങൾ തടഞ്ഞതിന് വെരി സോറി. ഞങ്ങൾ പോവാണ് അവനെ പിടിക്കാൻ. ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.
ആ, 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ, വെറും 2 മണിക്കൂർ. ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ സ്വയരൂപം മനസ്സിലായി. ഒരു കുഴപ്പവുമില്ല. 2 മണിക്കൂർ ഇനിയുമുണ്ടല്ലോ. വന്നോ, പിടിച്ചോ. മോട്ടു പാരച്യൂട്ട് ഓപ്പൺ ചെയ്യ്. മോട്ടു പാരച്യൂട്ട് ഓപ്പൺ ചെയ്യ്. സമയമായിട്ടില്ല. അവനും ഇതുവരെ പാരച്യൂട്ട് തുറന്നിട്ടില്ല. അവൻ തുറക്കാതിരിക്കുന്നത് വരെ ഞാനും തുറക്കില്ല പത്ലു. വെറും 1/2 മണിക്കൂർ മാത്രം ബാക്കി. കമാൺ. ചിങ്കം സാറേ, ഇതാണ് യഥാർത്ഥ കള്ളൻ, ഡ്യൂപ്ലിക്കേറ്റ് മാക് മോഹൻ. എന്റെ അമ്മോ, ഇതൊരു വലിയ ചതിയായല്ലോ. അവൻ ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്യാൻ പാടില്ല.
മോട്ടോ പത്ലോ 36 മണിക്കൂർ കഴിയാനായിരിക്കുന്നു. റേസ് അവസാനിക്കാൻ വെറും 10 മിനിറ്റ് മാത്രം ബാക്കി. നിങ്ങളുടെ കൺവെട്ടത്ത് നിന്നും ഒരുപാട് ദൂരം പോകും. നിന്നെ പോലത്തെ ഒരു കുറ്റവാളിയെ പിടിക്കാൻ 10 മിനിറ്റ് തന്നെ ധാരാളമാണ്. മോട്ടു ഫിനിഷിംഗ് ലൈനിൽ എത്തിക്കഴിഞ്ഞു. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. കള്ളൻ ചേട്ടാ, കാർ മോഷ്ടിച്ച് ഞങ്ങളെ പറ്റിച്ചത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ എമോഷൻ വെച്ച് കളിച്ചില്ലേ, അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റില്ല. നിന്നെ വെറുതെ വിടില്ലടാ. ഇന്നത്തോടെ നിന്റെ കളിയും തീരും, കഥയും കഴിയും. മോട്ടു വാ. നമുക്ക് നോക്കാം ആരുടെ കളിയാണ് അവസാനിക്കുന്നതെന്ന്, ആരുടെയാണ് തുടങ്ങുന്നതെന്നും. രക്ഷിക്കണേ, രക്ഷിക്കണേ. ശരിക്കുള്ള മാക്മോഹൻ സാറേ, ചെന്ന് റേസിൽ ജയിക്ക്. എന്നിട്ട് നിങ്ങളുടെ സ്വപ്നം സഫലമാക്കൂ. കള്ളൻ പിടിയിലായി കഴിഞ്ഞു, പിന്നെ ട്രോഫിയും തിരിച്ചു കിട്ടിയിരിക്കുന്നു. താങ്ക് യു മോട്ടു പത്ലു. Hey, the name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. കൂട്ടുകാരെ, ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഗോൾഡൻ കാർ ഫുർഫുറി നഗറിൽ നിന്നും മോഷണം പോയിരുന്നു. അപ്പോഴാണ് മോട്ടു പത്ലു എന്നോട് പറഞ്ഞത് അവർ 36 മണിക്കൂറിനുള്ളിൽ കള്ളനെ പിടിച്ചിരിക്കുമെന്ന്. അവരെന്താണോ പറഞ്ഞത് അത് ചെയ്ത് കാണിച്ചിരിക്കുന്നു. 3 cheers to മോട്ടു പത്ലു. ഈ കാർ റേസിൽ മിസ്റ്റർ മാക് മോഹനാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോ ഞാൻ മോട്ടു പത്ലുവിനെ ക്ഷണിക്കുകയാണ്. അവരുടെ കൈകൊണ്ട് ഈ ട്രോഫി മാക് മോഹൻ സാറിന്റെ കയ്യിൽ കൊടുക്കാം. Watch India's largest kids library only on Jio Hotstar.
Download the app now.